പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് K-Swift അനുവദിച്ചു. ബസിന്റെ ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. പത്തനാപുരത്ത് നിന്നും മാനന്തവാടിയിലേക്കും ഇരിട്ടിയിലേക്കുമുള്ള 2 സർവീസിനായി 4 ബസ്സുകളാണ് ഡിപ്പോയ്ക്ക് അനുവദിച്ചത്. കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശമായ പത്തനാപുരത്ത് നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കും വരെയുള്ള 2 ട്രിപ്പുകൾക്കായി 4 ബസ്സുകളാണ് പത്തനാപുരം KSRTC ഡിപ്പോയിൽ എത്തിച്ചിരുന്നത്. നിലവിൽ പത്തനാപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 1:50 പുറപ്പെട്ട് പുലർച്ചെ മാനന്തവാടിയിലെത്തുന്ന പഴയ ബസ് വിവിധ സൗകര്യങ്ങളുള്ള സ്വിഫ്റ്റിനായി മാറ്റം വരുത്തിയിട്ടുമുണ്ട്. ഉച്ചയ്ക്ക് 2:40 പോകുന്ന ചന്ദനക്കമ്പാറ ബസ് ഇനി മുതൽ ഇരിട്ടി വരെ സ്വിഫ്റ്റ് സർവീസായി ഓടും. തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ സർക്കാരിന് അറിയാമെന്നും അത് ഉചിതമായി തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. അതായിരിക്കും കത്തിലുള്ളത്. എല്ലാ ജീവനക്കാരുടെ സംഘടനകളുമായി ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയ നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു 2 തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ആശയം ഉണ്ടാക്കിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് വകുപ്പിലെ അനാവശ്യമായ ദൂർത്ത് ചെലവുകൾ കുറച്ച് വകുപ്പിനെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. മികച്ച നിലവാരമുയർത്തി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വെക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടെയും ഓടുകയും ഞാൻ KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.